ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ദ ഹിബ്സ് പാർട്ടീഷൻ മോഡൽ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയിരുന്നത് നോർദസിൻ്റെ ഓപ്പർച്യൂണിസ്റ്റിക് മോഡലായിരുന്നു. ഇനി അതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയിട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് ഹിബ്സിൻ്റെ പാർട്ടീഷൻ മോഡൽ. നോക്കൂ, നോർദസിൻ്റെ തിയറിയിൽ പറയുന്നത് ഗവൺമെൻറ് ബിഹേവ് ഇൻ ദ സെയിം ഓപ്പർച്യൂണിസ്റ്റിക് വേ ആൻഡ് ആൾ വോട്ടേഴ്സ് ആർ അസ്യൂംഡ് ടു ഹാവ് ഐഡൻറ്റിക്കൽ പ്രിഫറൻസസ് ഓവർ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. നോർദസിൻ്റെ തിയറിയിൽ പറയുന്നത് എല്ലാ ഗവൺമെൻറ്റുകളും ഒരുപോലെ ബിഹേവ് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ്. അതായത് ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവർ ഇലക്ഷനെ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ട് എല്ലാ ഗവൺമെൻറ്റും ഒരേ രീതിയിലുള്ള പോളിസികളാണ് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് നോർദസിൻ്റെ മോഡലിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ എല്ലാ വോട്ടേഴ്സും ഒരുപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാടും നോർദസിൻ്റെ തിയറികൾക്കുണ്ട്. എന്നാൽ ഹിബ്സ് 1977 ഹിബ്സ് ഇതിന് വലിയൊരു മാറ്റമുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തൽ കൊണ്ടുവരുന്നു. അപ്പോൾ നോക്കൂ, ഹിബ്സ് 1945 മുതൽ 69 വരെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രാറ്റിക് രാജ്യങ്ങളെ പറ്റിയിട്ട് ഒരു പഠനം നടത്തുന്നു. എന്നിട്ട് ഇദ്ദേഹം കണ്ടെത്തുന്നത് ഇതാണ്: ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിങ് ഗവൺമെൻറ് ഹാവ് ഡിഫറെൻറ്റ് പ്രിഫറൻസസ് വിത്ത് റെസ്പെക്ട് ടു ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. നോക്കൂ, ലെഫ്റ്റ് ഗവൺമെൻറ്റും റൈറ്റ് ഗവൺമെൻറ്റും, ഈ ലെഫ്റ്റ് ഗവൺമെൻറ് ഒരു തരത്തിലാണ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റിനെയും, അല്ലെങ്കിൽ ഗവൺമെൻറ് ലെഫ്റ്റ് ഗവൺമെൻറ് നടത്തുന്ന ഇക്കണോമിക് പോളിസിയും റൈറ്റ് ഗവൺമെൻറ് നടത്തുന്ന ഇക്കണോമിക് പോളിസിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ നോക്കൂ, നേരത്തെ നോർദസ് പറഞ്ഞിരുന്നത് എല്ലാ ഗവൺമെൻറ്റും ഒരുപോലെയാണ് ബിഹേവ് ചെയ്യുന്നത്, എല്ലാ ഗവൺമെൻറ്റും ഒരുപോലെയുള്ള ഇക്കണോമിക് പോളിസിയാണ് നടപ്പിലാക്കുന്നത് എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു നോർദസിൻ്റേത്. എന്നാൽ ഹിബ്സ് പറയുന്നത് ലെഫ്റ്റ് ഗവൺമെൻറ് ഒരു രീതിയിലും റൈറ്റ് ഗവൺമെൻറ് മറ്റു രീതിയിലുമാണ് ഇക്കണോമിക് പോളിസികൾ നടപ്പിലാക്കുന്നത്. അതായത് റൈറ്റ് ഗവൺമെൻറ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരു രീതിയിലും, അതുപോലെ തന്നെ ലെഫ്റ്റ് ഗവൺമെൻറ് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നത് മറ്റു രീതിയിലുമാണ് എന്ന് ഇദ്ദേഹം കണ്ടെത്തുന്നു. Then in particular, Hibbs argue that his evidence support the proposition that the left government prefer a lower unemployment and higher inflation outcome than right wing government. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ഇദ്ദേഹം കണ്ടെത്തിയത് ഇതാണ്: ലെഫ്റ്റ് ഗവൺമെൻറ് കുറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റും വലിയ ഇൻഫ്ലേഷനുമാണ് പ്രിഫർ ചെയ്യുന്നത്, എന്നാൽ റൈറ്റ് ഗവൺമെൻറ് വലിയ അൺഎംപ്ലോയ്മെൻറ്റും കുറഞ്ഞ ഇൻഫ്ലേഷനുമാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ലെഫ്റ്റ് ഗവൺമെൻറ്റും റൈറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം അവരുടെ പോളിസി ഡിസിഷനിൽ വ്യത്യാസങ്ങളുണ്ട്. ലെഫ്റ്റ് ഗവൺമെൻറ് പ്രിഫർ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ലെഫ്റ്റ് ഗവൺമെൻറ് ചൂസ് ചെയ്യാറുള്ളത് കുറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റും വലിയ ഇൻഫ്ലേഷനുമാണ് ലെഫ്റ്റ് ഗവൺമെൻറ് ചൂസ് ചെയ്യുന്നത്. എന്നാൽ റൈറ്റ് ഗവൺമെൻറ് നേരെ ഓപ്പോസിറ്റാണ്, കുറഞ്ഞ ഇൻഫ്ലേഷനും വലിയ അൺഎംപ്ലോയ്മെൻറ്റുമാണ് റൈറ്റ് ഗവൺമെൻറ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നോക്കൂ, പറഞ്ഞു വന്നത് നോർദസിൻ്റെ മോഡലിൽ പറയുന്നത് എല്ലാ ഗവൺമെൻറ്റും ഒരുപോലെ ബിഹേവ് ചെയ്യുന്നു, എല്ലാ വോട്ടേഴ്സും ഒരുപോലെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് എല്ലാ ഗവൺമെൻറ്റും ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഒരുപോലെയാണ്. എന്നാൽ ഹിബ്സ് ഇതിനെ പറ്റിയിട്ട് ഒരു പഠനം നടത്തുന്നു. ഈ പഠനം നടത്തിയിട്ട് ഇദ്ദേഹം കണ്ടെത്തുന്നത് ലെഫ്റ്റ് ഗവൺമെൻറ്റും റൈറ്റ് ഗവൺമെൻറ്റും തമ്മിൽ അവരുടെ പോളിസി ഡിസിഷൻസിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് അവർ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലാണ് എന്നുള്ളത് ഇദ്ദേഹം കണ്ടെത്തുന്നു. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു ലെഫ്റ്റ് ഗവൺമെൻറ് ചൂസ് ചെയ്യാറുള്ളത് കുറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റും വലിയ ഇൻഫ്ലേഷനുമാണ്, എന്നാൽ റൈറ്റ് ഗവൺമെൻറ് ചൂസ് ചെയ്യാറുള്ളത് കുറഞ്ഞ ഇൻഫ്ലേഷനും വലിയ അൺഎംപ്ലോയ്മെൻറ്റുമാണ്. ഇത്തരത്തിലുള്ള ഒരു പോളിസി ഡിസിഷനിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബിഹേവിയറിലുള്ള വ്യത്യാസം നിലനിൽക്കുന്നു എന്ന് ഹിബ്സ് കണ്ടെത്തുന്നു. നോക്കൂ, വി ക്യാൻ റെപ്രസെൻറ്റ് ദിസ് ഡിഫറൻസ് ഇൻ പ്രിഫറൻസസ് ഇൻ ടേംസ് ഓഫ് ഡിഫറൻസസ് ഇൻ ലോസ് ഫംഗ്ഷൻ. അപ്പോൾ നോക്കൂ, ഈ രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള, ലെഫ്റ്റ് ഗവൺമെൻറ്റും റൈറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഒരു ലോസ് ഫംഗ്ഷനിലൂടെ കാണിക്കുന്നു. അപ്പോൾ നോക്കൂ, എന്താണ് ഈ ലോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ലോസ് ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ: ഓരോ ഗവൺമെൻറ്റും ഏത് ഇക്കണോമിക് വേരിയബിൾസിനെയാണ് ലോസ് ചെയ്യുന്നത്, കുറക്കുന്നത് എന്നുള്ളത് കാണിക്കുന്ന ഫംഗ്ഷനാണ് ലോസ് ഫംഗ്ഷൻ. അപ്പോൾ രണ്ട് ഗവൺമെൻറ്റുകളും തമ്മിൽ വലിയ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണിക്കുന്നു ഇക്വേഷൻ 10.8 ആൻഡ് ഇക്വേഷൻ 10.9 ഷോസ് ദ ലോസ് ഓർ കോസ്റ്റ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഫോർ two parties. A right wing party represents CR and left wing party represents CL.
നോക്കൂ, CR എന്ന് കാണിക്കുന്നത് റൈറ്റ് വിങ് ഗവൺമെൻറ്റിൻ്റെ ലോസ് ഫംഗ്ഷനാണ്. ദെൻ CL എന്ന് കാണിക്കുന്നത് ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റിൻ്റെ ലോസ് ഫംഗ്ഷനാണ്. ഇനി ആദ്യത്തെ ഇക്വേഷൻ നോക്കൂ. CR ഈസ് ഈക്വൽ ടു UR മൈനസ് UR സ്റ്റാർ ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് തീറ്റ R ഇൻറ്റു PT minus PR star whole square divided by 2. Then in the case of the left wing government, it is UL minus UL star the whole square divided by 2 plus theta L into PT minus PL star the whole square divided by 2. ഇനി എന്താണ് ഇവ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കൂ, ഇവിടെ UR സ്റ്റാർ കാണാം, PR സ്റ്റാർ കാണാം. ഇവ രണ്ടും കാണിക്കുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഓഫ് ദി റൈറ്റ് വിങ് പാർട്ടി ആൻഡ് ലെഫ്റ്റ് വിങ് പാർട്ടി, റൈറ്റ് വിങ് പാർട്ടി. അപ്പോൾ നോക്കൂ, റൈറ്റ് വിങ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ റൈറ്റ് ഗവൺമെൻറ്റിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെയും ഇൻഫ്ലേഷൻ്റെയും ടാർഗറ്റാണ് UR സ്റ്റാർ, PR സ്റ്റാർ എന്നിവയൊക്കെ കാണിക്കുന്നത്. ദെൻ ഇവിടെ ഒരു തീറ്റ സ്റ്റാർ കാണാം. തീറ്റ സ്റ്റാർ എന്ന് പറയുന്നത് is a relative weight placed on deviations of inflation from target. നോക്കൂ, ഇൻഫ്ലേഷൻ അതിൻ്റെ ടാർജറ്റിൽ നിന്ന് എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതിനുള്ള വെയിറ്റേജ് ആണ് തീറ്റ എന്ന് കാണിക്കുന്നത്. ദെൻ ദ റിലേറ്റീവ് ടു ഡെവിയേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഫ്രം ടാർജറ്റ് UR മൈനസ് UR സ്റ്റാർ. എന്നാൽ പുറത്ത് നിങ്ങൾക്ക് UR മൈനസ് UR സ്റ്റാർ കാണാം. അതായത് ഡിഫറൻസസ് ബിറ്റ്വീൻ ടാർജറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് ദാൻ ആക്ച്വൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതിനെന്ത് ചെയ്തിട്ടില്ല, ഇവിടെ വെയിറ്റേജ് ഒന്നും കൊടുത്തിട്ടില്ല. സോ ദ പാർട്ടീഷൻ ഡിഫറൻസസ് ക്യാൻ ബി സമ്മഡ് അപ്പ് ആസ് ഫോളോസ്. അപ്പോൾ നോക്കൂ, ഹിബ്സ് ഇവരുടെ പാർട്ടീഷൻ ഡിഫറൻസ്, അതായത് പാർട്ടികൾക്കിടയിലുള്ള പോളിസി ഡിസിഷനിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഈ ഇക്വേഷനിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, UL സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു UR സ്റ്റാർ. അത് മീൻ ചെയ്യുന്നത് ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലേഷൻ ടാർജറ്റ് റൈറ്റ് വിങ് ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലേഷൻ ടാർജറ്റിനേക്കാളും കുറവോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. അതായത് ലെഫ്റ്റ് വിങ് ഗവൺമെൻറ് പ്രിഫർ ചെയ്യുന്നത് കുറഞ്ഞ അൺഎംപ്ലോയ്മെൻ്റ് ആണ് റൈറ്റ് വിങ് ഗവൺമെൻറ്റിനേക്കാളും. അതാണ് ആദ്യത്തെ അസംഷൻസ്. നോക്കൂ, ആദ്യത്തെ കണ്ടെത്തൽ. ഇനി നോക്കൂ, രണ്ടാമത് ഇദ്ദേഹം കണ്ടെത്തുന്നത് PL സ്റ്റാർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു PR സ്റ്റാർ. നോക്കൂ, ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലേഷൻ റൈറ്റ് വിങ് ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലേഷനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കണ്ടെത്തൽ. ഇനി നോക്കൂ, മൂന്നാമത്തെ കണ്ടെത്തൽ പറയുന്നത് തീറ്റ L ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ R. റൈറ്റ് വിങ് ഗവൺമെൻറ് ഇൻഫ്ലേഷന് കൊടുക്കുന്ന വെയിറ്റേജിൻ്റെ അത്ര വെയിറ്റേജ് ലെഫ്റ്റ് വിങ് ഗവൺമെൻറ് ഇൻഫ്ലേഷന് കൊടുക്കാറില്ല. അതായത് ഇൻഫ്ലേഷന് വലിയ ഇമ്പോർട്ടൻസ് ലെഫ്റ്റ് വിങ് ഗവൺമെൻറ് കൊടുക്കുന്നില്ല, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റൈറ്റ് വിങ് ഗവൺമെൻറ് ആണ്. അതുകൊണ്ടാണ് തീറ്റ L ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ R എന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഈ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷനിലോട്ടാണ് ഇനി നമുക്ക് വരേണ്ടത്. ഇനി നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഒരു ഡയഗ്രം കാണാം. ഈ ഡയഗ്രത്തിലെ X ആക്സിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്, Y ആക്സിൽ മെഷർ ചെയ്യുന്നത് ഇൻഫ്ലേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു 3 കർവുകൾ കാണാൻ പറ്റും. ഇതിൽ കാണിച്ചിരിക്കുന്ന RR എന്ന് പറയുന്ന കർവ് റൈറ്റ് വിങ് ഗവൺമെൻറ്റിനെ കാണിക്കുന്നു. LL എന്ന് പറയുന്ന ലൈന് കാണിക്കുന്നത് ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റിനെയാണ്. ഇനി ഒരു PC എന്ന് പറയുന്ന ഒരു കർവ് കാണാം. അത് ഫിലിപ്സ് കർവുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നോക്കൂ, ഇവിടെ ആദ്യം നമ്മൾ നോക്കുന്നത് റൈറ്റ് വിങ് ഗവൺമെൻറ് ആണ്. റൈറ്റ് വിങ് ഗവൺമെൻറ്റിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് വിങ് ഗവൺമെൻറ്റിൻ്റെ കർവും ഫിലിപ്സ് കർവും തമ്മിലുള്ള ടാൻജൻസി പൊസിഷൻ കാണാൻ പറ്റും. ദാറ്റ് ഈസ് R സ്റ്റാർ. ഈ R സ്റ്റാറിൻ്റെ പ്രത്യേകത റൈറ്റ് വിങ് ഗവൺമെൻറ് ചൂസ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് URഉം ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് PR-ഉമാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ മീൻ ചെയ്യുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹിബ്സ് കണ്ടെത്തിയതുപോലെ ഇവിടെ കാണുന്നത് റൈറ്റ് വിങ് ഗവൺമെൻറ് ഇൻഫ്ലേഷൻ കുറക്കാനും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലായിട്ട് കാണിക്കാനുമാണ് ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ മീൻ ചെയ്യുന്നത് ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് ചൂസ് ചെയ്യുന്ന ഇക്കണോമിക് പോളിസി അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലും ഇൻഫ്ലേഷൻ റേറ്റ്
കുറവും ഉള്ളതായിരിക്കും. ഇനി നോക്കൂ, ഒരു ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റിൻ്റെ പോളിസി ഡിസിഷൻ എന്താണ് എന്നുള്ളത് നോക്കൂ. ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റിൻ്റെ കർവ് എൽ കാണുന്നുണ്ട്. ദെൻ ഫിലിപ്സ് കർവ് PC ടാൻജൻ്റ് ചെയ്യുന്ന പൊസിഷനാണ് L*. ഈ L* എന്ന് പറയുന്ന പൊസിഷനിൽ ആ ഒരു ലെഫ്റ്റ് വിങ് ഗവൺമെൻറ് ചൂസ് ചെയ്യുന്നത് UL അൺഎംപ്ലോയ്മെൻറ്റും PL ഇൻഫ്ലേഷനുമാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ലെഫ്റ്റ് വിങ് ഗവൺമെൻറ് കുറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റും വലിയ ഇൻഫ്ലേഷനുമുള്ള എക്കണോമിക് പോളിസിയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹിബ്സ് കണ്ടെത്തുന്നത് ഇത്രയാണ്: എല്ലാ ഗവൺമെൻറ്റുകളും ഒരുപോലെയല്ല ബിഹേവ് ചെയ്യുന്നത്. പകരം ലെഫ്റ്റ് വിങ് ഗവൺമെൻറ് ഒരു രീതിയിലും റൈറ്റ് വിങ് ഗവൺമെൻറ് മറ്റു രീതിയിലുമാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. പാർട്ടീഷൻ ഇഫക്ട്സ് ആർ ഫർദർ ഇലിസ്ട്രേറ്റഡ് ഇൻ ദ ഫിഗർ വെർ RR ആൻഡ് LL indicate respective preferences of right and left wing politicians. Given the assumption of a stable exploitable Phillips curve trade-off, left-wing government will choose a combination of PL and UL indicated by L*, and the right-wing government will choose a combination of PR and UR indicated by the point R*. ഇനി നോക്കൂ, എന്താണ് ഹിബ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ്. നോക്കൂ, ഹിബ്സിൻ്റെ കോൺട്രിബ്യൂഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹിബ്സിൻ്റെ തിയറിയിലൂടെ ഹിബ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അക്കോർഡിംഗ് ടു ഹിബ്സ്, ഡിഫറെൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് ഓർ ഇൻഫ്ലേഷൻ ഔട്ട്കം ഹാവ് ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ലിങ്ക്ഡ് ഇഫക്റ്റ് ഓൺ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. നോക്കൂ, ഓരോ ഗവൺമെൻറ്റുകൾ ചൂസ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ പോളിസികൾ, ഇതിൻ്റെ ഔട്ട്കം ഓരോ രാജ്യത്തുള്ള ഡിഫറെൻറ്റ് ക്ലാസ്സുകളെ ഡിഫറെൻറ്റ് രീതിയിലാണ് ഇഫക്റ്റ് ചെയ്യുന്നത്. അതായത് ലോവർ ഇൻകം പീപ്പിൾ ഉണ്ട്, മിഡിൽ ഇൻകം കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്, ഹയർ ഇൻകം കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. ഇവരെയൊക്കെ വ്യത്യസ്ത രീതിയിലാണ് ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ്റെ ഡിസിഷൻസ് അല്ലെങ്കിൽ ഔട്ട്കംസ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കോൺട്രിബ്യൂഷൻ. സോ ദ റിവീൽഡ് പ്രിഫറൻസ് ഓഫ് പോളിസി മേക്കേഴ്സ് റിഫ്ലക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സോഷ്യൽ ഗ്രൂപ്പ് ഹു ടിപ്പിക്കലി പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ഡിഫറെൻറ്റ് പാർട്ടീസ്. അപ്പോൾ നമുക്ക് ഒരു രാജ്യത്തുള്ള ഇക്കണോമിക് പോളിസികൾ പ്രിപ്പയർ ചെയ്യുന്ന പോളിസി മേക്കേഴ്സ് എപ്പോഴും ആ രാജ്യത്തുള്ള സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഇൻട്രസ്റ്റുകളെ കാണിക്കാറുണ്ട് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കാറുണ്ട്. അതായത് ഒരു ലെഫ്റ്റ് വിങ് ഗവൺമെൻറ് ആണെങ്കിൽ തൊഴിലാളി വർഗ ഗവൺമെൻറ് ആണ്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പാവപ്പെട്ടവരെ ആയിരിക്കും കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പോളിസി അതിനനുസരിച്ചിട്ടുള്ള പോളിസി ആയിരിക്കും. എന്നാൽ ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് ആണെങ്കിൽ ഒന്നുകൂടി ഒരു മുതലാളിത്ത വർഗത്തിലുള്ള പെട്ട ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് ആയിരിക്കും. അപ്പോൾ അവർ ചൂസ് ചെയ്യുന്നത് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള പോളിസി ആയിരിക്കും. അപ്പോൾ ഇവിടെ മീൻ ചെയ്യുന്നത്രയേ ഉള്ളൂ, ഓരോ പോളിസി മേക്കേഴ്സും ഉണ്ടാക്കുന്ന പോളിസികൾ ആ രാജ്യത്തുള്ള സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഇൻട്രസ്റ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. സോ ഹൂ ടിപ്പിക്കലി പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ഡിഫറെൻറ്റ് പാർട്ടീസ്. ആരൊക്കെയാണോ പാർട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. സിൻസ് ദ മാക്രോ ഇക്കണോമിക് പോളിസീസ് ഹാവ് ഡിസ്ട്രിബ്യൂഷണൽ കോൺസിക്വൻസസ്, ഹിബ്സ് റിജക്റ്റഡ് ദ നോർത്തേഴ്സ് അസംഷൻ ഓഫ് പോളിസി കൺവേർജൻസ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ഓരോ പോളിസികളും ആ രാജ്യത്ത് നടപ്പിലാക്കുന്നത് കൊണ്ട് ഹിബ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നോർത്തേഴ്സിൻ്റെ പോളിസി കൺവേർജൻസ് എന്ന് പറയുന്ന അസംഷനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ പോളിസി കൺവേർജൻസ്? പോളിസി കൺവേർജൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, എല്ലാ ഗവൺമെൻറ്റും അവസാനം ഒരേ രീതിയിലുള്ള പോളിസികളായിരിക്കും നടപ്പിലാക്കുന്നത്. എല്ലാ ഗവൺമെൻറ്റും ഒരേ രീതിയിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ ടാർഗറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ പോളിസികളായിരിക്കും ആ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. അതാണ് നോർത്തേഴ്സിൻ്റെ അസംഷൻ. ഈ നോർത്തേഴ്സിൻ്റെ അസംഷനെ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഹിബ്സ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു ഹിബ്സ്, ദ എംപിരിക്കൽ എവിഡൻസ് support the partition view that a relatively low unemployment, high inflation macroeconomic configuration is associated with the substantial relative and absolute improvement in the economic well-being of the poor. നോക്കൂ, ഹിബ്സ് ഇദ്ദേഹത്തിൻ്റെ പഠനത്തിൽ കണ്ടെത്തുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ എംപിരിക്കൽ എവിഡൻസോട് കൂടി ഇദ്ദേഹം പറയുന്നതാണ്, ഒരു റിലേറ്റീവ്ലി ലോ അൺഎംപ്ലോയ്മെൻറ്റ്, ഹൈ ഇൻഫ്ലേഷൻ ചൂസ് ചെയ്യുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ടുള്ള ഇക്കണോമിക് പോളിസി എപ്പോഴും ആ രാജ്യത്തുള്ള ദരിദ്രരായിട്ടുള്ള ആളുകളുടെ ഇക്കണോമിക് വെൽബീയിങ്ങിന് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം കണ്ടെത്തുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ലോ അൺഎംപ്ലോയ്മെൻറ്റ്, ഹൈ ഇൻഫ്ലേഷൻ, ഈ പറഞ്ഞ രീതിയിൽ ഇക്കണോമിക് പോളിസി നടപ്പിലാക്കുന്ന ഗവൺമെൻറ് ലെഫ്റ്റ് ഗവൺമെൻറ് ആയിരിക്കും. ഈ ലെഫ്റ്റ് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഈ പോളിസി കൊണ്ട് ആ രാജ്യത്തുള്ള
ദരിദ്രരായിട്ടുള്ള പൂറായിട്ടുള്ള ആളുകളുടെ ഇക്കണോമിക് വെൽബീയിങ്ങിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തൽ. ഇനി നോക്കൂ, ഇദ്ദേഹം പറയുന്നതാണ് ബിക്കോസ് ദ ടൈറ്റ് ലേബർ മാർക്കറ്റ്സ് tend to generate income equalizing effect. We should expect the left-wing government to the favor a point on the Phillips curve trade-off indicated by L star. നേരത്തെ നമ്മൾ കണ്ടിരുന്ന ഈ ഫിലിപ്സ് കർവിലെ എൽ സ്റ്റാർ എന്ന് പറയുന്ന പൊസിഷനാണ് ഒരു ലെഫ്റ്റ് വിങ് ഗവൺമെൻറ് ചൂസ് ചെയ്യുന്ന ആ ഒരു പോളിസിയുടെ പ്രത്യേകത കുറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റും വലിയ ഇൻഫ്ലേഷനുമായിരിക്കും. ഈ പറഞ്ഞ പോളിസി എപ്പോഴും ലെഫ്റ്റ് വിങ് ഗവൺമെൻറ് ചൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ജനറേറ്റ് ഇൻകം ഈക്വലൈസിങ് ഇഫക്റ്റ്. അത് ആ രാജ്യത്ത് ദരിദ്രരും റിച്ച് ആയിട്ടുള്ള ആളുകളും തമ്മിലുള്ള ഇൻകം ഗ്യാപ്പ് ഉണ്ട്, ഇനീക്വാലിറ്റി ഉണ്ട്. ഈ ഇനീക്വാലിറ്റി കുറച്ചിട്ട് ഈക്വലൈസേഷന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പറഞ്ഞ പോളിസികൾ നടപ്പിലാക്കുന്നത്. എന്നാൽ ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് ഏത് കാറ്റഗറിയിലുള്ള ആളുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്ത് പോളിസിയാണ് ചൂസ് ചെയ്യുന്നത്? നോക്കൂ, ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് the right-wing parties view inflation as more damaging to their constituency of upper middle class voters and choose a position such as R star. എന്നാൽ റൈറ്റ് വിങ് ഗവൺമെൻറ് പറയുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയെ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഇക്കോണമിയെ കൂടുതലായിട്ട് ഡാമേജ് ചെയ്യും. അതോട് കൂടിയിട്ട് ഇദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റ് വിങ് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പർ മിഡിൽ ക്ലാസ് വോട്ടേഴ്സിനെയാണ്. എന്നിട്ട് ഇവർ ചൂസ് ചെയ്യുന്ന പോളിസി പൊസിഷനാണ് ആർ സ്റ്റാർ എന്ന് പറയുന്നത്. ഈ ആർ സ്റ്റാർ എന്ന് പറയുന്ന പൊസിഷൻ്റെ പ്രത്യേകത കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റും കുറഞ്ഞ ഇൻഫ്ലേഷനുമാണ്. കാരണം ഇവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പർ മിഡിൽ ഇൻകം ഗ്രൂപ്പിനെയാണ്, അതായത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പോരാത്തത് പറയുന്നത് ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ടും ആ രാജ്യത്തുള്ള ആളുകൾക്ക് ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇൻഫ്ലേഷനെ കുറഞ്ഞ രീതിയിലും അൺഎംപ്ലോയ്മെൻറ്റിനെ വലിയ രീതിയിലും നിലനിർത്തും എന്നുള്ളതാണ് ഒരു റൈറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നോക്കൂ, ഇവിടെ രണ്ട് തരത്തിലുള്ള ഗവൺമെൻറ് പറഞ്ഞു. ഒന്ന് ലെഫ്റ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത ഇവർ കുറഞ്ഞ അൺഎംപ്ലോയ്മെൻറ്റ്, കൂടുതൽ ഇൻഫ്ലേഷൻ. ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ദരിദ്രരായിട്ടുള്ള പുവർ ക്ലാസ്സിനെയാണ്. എന്നാൽ റൈറ്റ് ഗവൺമെൻറ് ചൂസ് ചെയ്യുന്നത് ലോ ഇൻഫ്ലേഷൻ ആൻഡ് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്. ഇവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പർ മിഡിൽ ഇൻകം ഗ്രൂപ്പിനെയാണ്. Then comes to the next point. According to Hibbs, the empirical evidence supports the ideological view of macroeconomic policy making. ഇനി നോക്കൂ, ഓരോ ഗവൺമെൻറ്റിൻ്റെ ഐഡിയോളജിക്കൽ വ്യൂവും ആ രാജ്യത്തെ ഇക്കണോമിക് പോളിസിയെ ബാധിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇക്കണോമിക് പോളിസി മേക്കിങ്ങിൽ വലിയ ഇൻഫ്ലുവൻസ് ഐഡിയോളജിക്കൽ വ്യൂക്കുമുണ്ട്. അതിനുള്ള എവിഡൻസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, ദ ഡിഫറിംഗ് ഇൻട്രസ്റ്റ് ഓഫ് വേരിയസ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ പോളിസി പ്രിഫറൻസ് ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടീസ്. നോക്കൂ, ഇവിടെ പറയുന്നത് ഓരോ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പുകളുടെയും ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റുകളും ആ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ഇക്കണോമിക് പോളിസികളിൽ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആളുകളുണ്ടാവും, അഗ്രികൾച്ചർ മേഖലയിൽ ഒക്യുപ്പേഷൻ ഉള്ള ആളുകളുണ്ടാവും, അതുപോലെ തന്നെ ഗവൺമെൻറ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇവരുടെ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഇവരുടെ ഇൻട്രസ്റ്റുകളെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലും ആ രാജ്യത്ത് ഇക്കണോമിക് പോളിസികൾ ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റും റൈറ്റ് വിങ് ഗവൺമെൻറ്റും നടപ്പിലാക്കാറുണ്ട്. Then, in an examination of 12 Western European and North American countries over the period 1945 to 69, Hibbs found the strong support for the proposition that the mean inflation rate is higher and the mean unemployment rate is lower. ഇനി നോക്കൂ, 12 വെസ്റ്റേൺ യൂറോപ്യൻ അതുപോലെ തന്നെ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളെ ഇദ്ദേഹം പഠന വിധേയമാക്കുന്നു. 1945 മുതൽ 69 വരെയുള്ള കാലഘട്ടത്തിൽ 12 വെസ്റ്റേൺ യൂറോപ്യൻ അതുപോലെ തന്നെ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളെ അവരുടെ ഡാറ്റ വെച്ച് പഠന വിധേയമാക്കിയിട്ട് ഇദ്ദേഹം കണ്ടെത്തുന്നതാണ് ഹിബ്സ് ഫൗണ്ട് സ്ട്രോങ് സപ്പോർട്ട് ഫോർ ദ പ്രപ്പോഷൻ ദാറ്റ് ദ മീൻ ഇൻഫ്ലേഷൻ റേറ്റ് ഈസ് ഹയർ ആൻഡ് ദ മീൻ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് ലോവർ. ആ രാജ്യത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറവും ഇൻഫ്ലേഷൻ റേറ്റ് കൂടുതലുമാണ്. ദ ഗ്രേറ്റർ ദി പെർസെൻറ്റേജ് ഓഫ് ഇയേഴ്സ് ദാറ്റ് ലേബർ സോഷ്യലിസ്റ്റ് പാർട്ടീസ് ഹാവ് ബീൻ ഇൻ ഓഫീസ്. മറ്റൊരു പ്രത്യേകത പറയുന്നത് ഈ രാജ്യങ്ങളുടെയൊക്കെ പ്രത്യേകത ആ രാജ്യങ്ങളിലൊക്കെ ലേബർ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികളാണുള്ളത്. അതായത് ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റുകളുള്ള രാജ്യങ്ങളിൽ ഈ ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്റുകൾ നിലനിന്നിരുന്ന രാജ്യങ്ങളിൽ 1945 മുതൽ 69 വരെ ആ രാജ്യത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറവും ഇൻഫ്ലേഷൻ റേറ്റ് കൂടുതലുമായിരുന്നു എന്ന് ഇദ്ദേഹം കണ്ടെത്തുന്നു. Then in addition, the
static aggregated evidence, Hibbs also found that the time series evidence for the USA and the UK supports the proposition that Democratic and Labour administrations have usually reduced unemployment, while Republican and Conservative government have tend to increase unemployment. ഇനി നോക്കൂ, ഹിബ്സ് USA അതുപോലെ തന്നെ UK പോലുള്ള രാജ്യങ്ങളിലെ ടൈം സീരീസ് ഡാറ്റ വെച്ച് ഇദ്ദേഹം പഠന വിധേയമാക്കുന്നു. എന്നിട്ട് ഇദ്ദേഹം കണ്ടെത്തുന്നതാണ് ഡെമോക്രാറ്റിക് ലേബർ അഡ്മിനിസ്ട്രേഷനുള്ള, അതായത് ലെഫ്റ്റ് വിങ് ഗവൺമെൻറ് നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെയധികം കുറവാണ്. എന്നാൽ റിപ്പബ്ലിക്കൻ അതുപോലെ തന്നെ കൺസർവേറ്റീവ് ഗവൺമെൻറ്റുകൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലുമാണ് എന്ന് ഇദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെ കണ്ടെത്തുന്നു. ദെൻ another point, Hibbs in 1987 also reports significant partition effect on the distribution of income. അപ്പോൾ ഹിബ്സ് 1987 അദ്ദേഹം പഠനത്തിലൂടെ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു പാർട്ടീഷൻ ഇഫക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിൽ ഉണ്ടാവാറുണ്ട്. അതായത് ലെഫ്റ്റ് വിങ് ഗവൺമെൻറ് ഇൻകം ഡിസ്ട്രിബ്യൂഷനും റൈറ്റ് വിങ് ഗവൺമെൻറ്റിൻ്റെ ഇൻകം ഡിസ്ട്രിബ്യൂഷനും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. Then another one, Bartels and Brade in 2003 conclude that the consistent partition difference in economic performance identified by Hibbs remain alive and well to the decades later. 2003 ബാർട്ടൽസും ബ്രാഡി എന്ന് പറയുന്ന രണ്ട് എക്കണോമിസ്റ്റുകൾ ഹിബ്സിൻ്റെ കോൺട്രിബ്യൂഷനെ വീണ്ടും പഠന വിധേയമാക്കിയിട്ട് ഇദ്ദേഹം കണ്ടെത്തുന്നത് ഹിബ്സ് പറഞ്ഞ പാർട്ടീഷൻ ഡിഫറൻസ് എക്കണോമിക് പെർഫോമൻസ് പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന എക്കണോമിക് പെർഫോമൻസ് ഇന്നും നമ്മുടെ രാജ്യങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം കണ്ടെത്തുന്നത്. ആൻഡ് ദ പാർട്ടീഷൻ ഇൻഫ്ലുവൻസ് ഹാവ് ഹാഡ് എ പ്രൊഫൗണ്ട് ഇൻഫ്ലുവൻസ് ഓൺ വർക്കിംഗ് ഓഫ് ദി US ഇക്കോണമി. ഈ പാർട്ടീഷൻ ഇൻഫ്ലുവൻസ് US ഇക്കോണമിയെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ US നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് പാർട്ടികളാണ് അവിടെയുള്ളത്. ആ രണ്ട് പാർട്ടികളും അധികാരത്തിൽ മാറി മാറി വരാറുണ്ട്. ആ മാറി മാറി വരുന്ന സമയത്ത് അവരുടെ രണ്ടുപേരുടെയും ഇക്കണോമിക് പോളിസികൾ വ്യത്യസ്തമാണ്. അവർ ചൂസ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് ടാർഗറ്റുകൾ വ്യത്യസ്തമാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പഠനത്തിലൂടെ കണ്ടെത്തുന്നത്. ഇനി നോക്കൂ, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ടാബിളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ദ പാർട്ടീഷൻ ഇൻഫ്ലുവൻസ് ഓൺ മാക്രോ ഇക്കണോമിക് ഔട്ട്കംസ് USA in 1948 to 2001. 1948 മുതൽ 2001 വരെയുള്ള പാർട്ടീഷൻ ഇൻഫ്ലുവൻസ് അതിൻ്റെ ഔട്ട്കമാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നോക്കൂ, മാക്രോ ഇക്കണോമിക് ഔട്ട്കം ആവറേജ് അൺഎംപ്ലോയ്മെൻറ്റ്, ആവറേജ് ഇൻഫ്ലേഷൻ, ദെൻ ആവറേജ് ആനുവൽ ഗ്രോത്ത്. ഒരു റിപ്പബ്ലിക്കൻ രാജ്യത്തിലെ ആണെങ്കിൽ ആ രാജ്യത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് 6.35, ഇൻഫ്ലേഷൻ ഈസ് 3.95, ദെൻ ആവറേജ് ആനുവൽ ഗ്രോത്ത് ഈസ് 2.86. ഒരു ഡെമോക്രാറ്റിക് പ്രസിഡൻറ്റ് രാജ്യത്താണ് എങ്കിൽ ആ രാജ്യത്ത് ആവറേജ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് 4.84, ദെൻ ആവറേജ് ഇൻഫ്ലേഷൻ 3.97, ദെൻ ആവറേജ് ആനുവൽ GDP ഗ്രോത്ത് ഈസ് 4.08. ദെൻ പാർട്ടീഷൻ ഡിഫറൻസ്, ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ റിപ്പബ്ലിക്കൻ രാജ്യത്ത് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പ്രസിഡൻ്റ് ഉള്ള രാജ്യത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലാണ്. ദാറ്റ് ഈസ് 1.51. ദെൻ ഇൻഫ്ലേഷൻ റേറ്റിൻ്റെ കാര്യത്ത് നോക്കിക്കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻ രാജ്യത്തിൽ 3.95ഉം ഡെമോക്രാറ്റിക് രാജ്യത്ത് 3.97ഉമാണ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് -0.2. ഇനി ആവറേജ് ആനുവൽ GDP ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റിൻ്റെത് 2.86ഉം ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെത് 4.08ഉമാണ്. അവരുടെ ഡിഫറൻസ് -1.22. അപ്പോൾ ഇത് മീൻ ചെയ്യുന്നതാണ് ലെഫ്റ്റ് വിങ് ഗവൺമെൻറ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ അവർ ചൂസ് ചെയ്യുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലായിട്ട് ചൂസ് ചെയ്യാറുണ്ട്. ഇൻഫ്ലേഷൻ റേറ്റ് കൂടുതലാവാനും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയാനുമാണ് ശ്രദ്ധിക്കാറുള്ളത്. ഏതിനേക്കാളും? ഈ പറഞ്ഞ റൈറ്റ് വിങ് ഗവൺമെൻറ്റിനേക്കാളും. ഈ റിപ്പബ്ലിക്കൻ പ്രസിഡൻ്റ് ഉള്ള രാജ്യങ്ങൾ റൈറ്റ് വിങ് ഗവൺമെൻറ്റുകളാണ്. അവരുടെ രാജ്യത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുതലായിരിക്കും, ഇൻഫ്ലേഷൻ റേറ്റ് കുറവായിരിക്കും ഡെമോക്രാറ്റിക് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഈ പറഞ്ഞ ടാബിളിലൂടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇതുവരെ നമ്മൾ നോക്കിയത് ഹിബ്സിൻ്റെ തിയറിയാണ്. ഹിബ്സിൻ്റെ തിയറിയിലുള്ള വ്യത്യാസം, നോർത്തസിൻ്റെ തിയറിയിൽ പറഞ്ഞ പോലെ എല്ലാ ഗവൺമെൻറ്റുകളും ഒരുപോലെയല്ല ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം പ്രൂവ് ചെയ്യുന്നത്. ലെഫ്റ്റ് ഗവൺമെൻറ്റും റൈറ്റ് ഗവൺമെൻറ്റും തമ്മിൽ അവരുടെ ഇക്കണോമിക് പോളിസിയിൽ, ഇക്കണോമിക് ഡിസിഷൻസിൽ വ്യത്യാസങ്ങളുണ്ട്. ലെഫ്റ്റ് വിങ് ഗവൺമെൻറ്
ചൂസ് ചെയ്യുന്നത് ലോവർ അൺഎംപ്ലോയ്മെൻറ്റും ഹയർ ഇൻഫ്ലേഷനുമാണ്. എന്നാൽ ഒരു റൈറ്റ് വിങ് ഗവൺമെൻറ് ചൂസ് ചെയ്യുന്നത് ഹയർ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ലോവർ ഇൻഫ്ലേഷൻ. അതിനുള്ള തെളിവുകളൊക്കെയാണ് ഹിബ്സ് ഈ പറഞ്ഞ തിയറിയിലൂടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു.